നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഒരു ബ്ലൂബെറി ഫാമിൽ വന്നിരിക്കുക. ഇത് ടെക്സസിൽ ഡാളസിൽ നിന്ന് ഒരു ഏകദേശം 1.5 മണിക്കൂർ ദൂരെ ബ്രൗൺസ്ബോറോ എന്ന് പറഞ്ഞൊരു ബ്ലൂബെറി ഫാമാണ്. ഇതിൻ്റെ പേര് ബ്ലൂബെറി ഹിൽ ഫാംസ് എന്നാണ്. ഇത് ഞാൻ നേരത്തെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ബ്ലൂബെറി ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാ അവൈലബിൾ നോക്കിയിട്ട് അത് പറിക്കാം. ബ്ലൂബെറി ആയിരിക്കും മിക്കപ്പോഴും. ഇവിടെ ഇതുപോലത്തെ പല ഫാമുകളുണ്ട്. ചിലപ്പോൾ സ്ട്രോബെറി ആയിരിക്കും, ചിലപ്പോൾ ആപ്പിൾ ആയിരിക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ടും ബ്ലൂബെറിയും ബ്ലാക്ക്ബെറിയും മാത്രമേ പറിക്കാൻ പോകാറുള്ളൂ. അപ്പോൾ പിന്നെ അകത്ത് കയറുമ്പം അത് എത്ര വീലൊക്കെ പൗണ്ടിന് എത്രയാണെന്നൊക്കെ അവർ പറയും. നമ്മൾ പറിച്ചില്ലെങ്കിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് എടുക്കാം. ഇതിപ്പോൾ ഒരു ഫണ്ണായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഡാളസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെക്സിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യാവുന്നതാണ്. നല്ല ഫാമാണ്. അകത്ത് പിന്നെ വേറെ ഇവരുടെ തന്നെ ബ്ലൂബെറി ഉണ്ടാക്കിയ പല ഐറ്റംസും ഉണ്ട്. ഇതാണ് ഈ ഫാം. എൻട്രൻസ് ഇവിടെയാണ്. ഇത് നോക്കാം, ബ്ലൂബെറി ഹിൽ ഫാം. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡോറെ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് നമുക്ക് പിക്ക് ചെയ്ത് തരാണോ അത് പേ ചെയ്ത് അവർ അതിൻ്റെ പൈസ തരും. ഒരു പൗണ്ട് ബ്ലൂബെറിക്ക് $95, 2 പൗണ്ടിൽ താഴെയുള്ളൂ. ഇത് ബ്ലൂബെറി മാത്രമല്ല, ഇവിടെ പല സാധനങ്ങളുണ്ട്. ഇവിടെ ജാമ്, അവരുടെ തന്നെ ഹണിയുണ്ട്, സിറപ്പുണ്ട്, ബ്ലൂബെറി പ്രിസർവ് ഉണ്ട്. അവിടെ പൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവരുടെ തന്നെ ഫാമിലുണ്ടായേക്കുന്ന സ്ക്വാഷ്, ടൊമാറ്റോസ്, സംഭവങ്ങൾ, പീസ് ഫ്രൂട്ട്, സ്പ്രെഡ് സംഭവം അതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഇവരുടെ തന്നെ സംഭവങ്ങളാണ്. ഇത് ഇടത്തെ സൈഡിൽ ഇരിക്കുന്നത് 3 പൗണ്ടിൻ്റെ, വലത്തെ സൈഡിൽ ഇരിക്കുന്നത് 6 പൗണ്ടിൻ്റെ. നമുക്ക് ഇഷ്ടമുള്ള ബക്കറ്റ് എടുക്കാം. ബക്കറ്റിന് പേ കൊടുക്കണ്ട, അകത്ത് കയറി പറിച്ച് കഴിഞ്ഞിട്ട് അത് തൂക്കി അവർ തരും. അപ്പോൾ അതിനുള്ള പേ കൊടുത്താൽ മതി. ഓൾറൈറ്റ്. പിന്നെ ഇവിടെ കുറേ സാമ്പിളുകൾ വെച്ചിട്ടുണ്ട്. എല്ലാ സാമ്പിൾ ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടമുള്ള എടുക്കാം. ഓൾറൈറ്റ്. ഞങ്ങൾ ആക്ച്വലി നേരത്തെ വന്നു. ഇന്ന് ചിലപ്പോൾ ഇവിടെ ഒരു മഴയ്ക്ക് സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഇപ്പോൾ ടെക്സസ് സമ്മറാണ്, നല്ല ചൂടാണ്. ഇവിടെ ആൾക്കാർ ഒക്കെ പറിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ആക്ച്വലി 9 മണിയായപ്പോൾ ഇവിടെ വന്നതുണ്ട്. ബ്ലൂബെറി നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ മുമ്പേ കാണിച്ച പോലെ നമുക്ക് 6 പൗണ്ടിൻ്റെ ബക്കറ്റും ഉണ്ട്, ഒരു 3 പൗണ്ടിൻ്റെ ബക്കറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫില്ല് ചെയ്യാം. പിന്നെ നമ്മൾ പറിക്കുന്നതനുസരിച്ച് അവർ വേ ചെയ്ത് തൂക്കി തരും. ഇവിടുന്ന് പറിച്ച് കഴിക്കലെന്നാണ് പറയുന്നത്, എന്നാലും ആൾക്കാർ കഴിക്കും. അതാണ് നിൽക്കുന്ന നമ്മുടെ ഫാമിലി. ഞങ്ങൾ 6 പൗണ്ടിൻ്റെ 3 ബക്കറ്റ് എടുത്ത് പഴുത്ത് നോക്കി പറിക്കുക. അമ്മ ഇവിടെ മത്സരിച്ച് പറയുകയാണ്. നിറച്ച സാധനം. ഇത് ആക്ച്വലി നമ്മൾ എൻട്രൻസിൽ കയറുന്ന സൈഡിൽ നിൽക്കുന്നതിലും നല്ല ഇച്ചിരി ദൂരത്തോട്ട് അകത്തോട്ട് കയറി പോകുന്നത്. അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ആൾക്കാർ അങ്ങോട്ട് കുറവായിരിക്കും പോകുന്നത്. കാരണം എല്ലാവരും കയറി വരുന്നിടത്ത് നിന്ന് പറിക്കാനായിരിക്കുമല്ലോ നോക്കുന്നത്. അപ്പം ഇത് കണ്ടോ, അതപ്പോൾ നമുക്ക് ആ തന്നേക്കുന്ന ബക്കറ്റ് മൊത്തം നിറയ്ക്കാം, അല്ലെങ്കിൽ നിറയ്ക്കണ്ട. എന്നിട്ട് അകത്ത് ചെല്ലുമ്പോൾ അവർ തൂക്കും. അത് ഓരോ ഫാമിലും ഓരോ നിയമമാണ്. അപ്പോൾ ഇവിടുത്തെ അങ്ങനെയാണ്. എന്തായാലും ബ്ലൂബെറി നിൽക്കുന്നതൊക്കെ ഇതിമ്മ ഒരു കുറ്റിച്ചെടി പോലെ നിൽക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ബ്ലൂബെറി മാത്രമല്ല, ഇവിടെ ബ്ലാക്ക്ബെറി ഉണ്ട്. അത് വേറെ സൈഡിലാണ്. ബ്ലാക്ക്ബെറി അത്രയും പറിക്കാറായില്ലെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് വലിയ ആടുമില്ല, ചൂടുമില്ല. എന്നിവിടെ ഒരു മഴക്കോള് കാണിക്കുന്നുണ്ടായിരുന്നു. മിക്കവാറും മഴ പെയ്യും ഒരു അരമണിക്കൂർ. മൊത്തം ഒരു ഫാമിൻ്റെ നേരത്തെ വന്നുകൊണ്ട് ആളില്ല ആക്ച്വലി. മാത്തു ആഞ്ഞ് പറിക്കുക. ബ്ലൂബെറി അല്ലേ, ഇല മാത്രമേ പറിക്കുന്നുള്ളൂ. ഓ കിട്ടി കേട്ടോ. അത് ആ ബക്കറ്റിലിട്ട് ഇടടാ, നിന്റെ അപ്പനാണാ പറയുന്നത്. ഓ സന്തോഷം, കിട്ടും. അപ്പം വീണ്ടും ഇവളിവിടെ കൈക്കൊമ്പിൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. പറിക്കട്ടെ. ഞാൻ മാത്രം പറിക്കുന്നില്ലെന്ന് ഇവർക്കൊരു ആരോപണമുണ്ട്. ഞാനും പറിച്ചേക്കാം. അപ്പം ഞാൻ പറിക്കുന്നത് കാണാം. കൊച്ചിൻ്റെ ബക്കറ്റ് തട്ടിപ്പറിക്കുക. കൊച്ചിപ്പം എൻ്റെ മൂട്ടിൽ നിൽപ്പുണ്ട്. അപ്പം കരയുന്ന അപ്പം ഞാൻ തിരിച്ചു കൊടുക്കും. ഇവിടെ വരാൻ പറ്റുമ്പോൾ ഞാനും സ്ട്രോബെറി പറിച്ചിട്ടുള്ളതാണ്. എൻ്റെയും കൊച്ചിൻ്റെയും ബക്കറ്റും ഉണ്ടോ? അമ്മയുടെ ബക്കറ്റ് കാണിച്ചേരി. അമ്മ എന്താ നാട്ടിൽ മറ്റേ കുരുമുളക് പറിക്കുന്ന മത്സരബുദ്ധിയോടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി അവിടെ നിന്ന് കാറളി വരുന്നുണ്ട്. എന്റെ കുഞ്ഞെ, നീ താഴേന്ന് പറിക്കാടാ എന്റെ കുഞ്ഞെ. നീ ഇങ്ങനെയായിപ്പോയല്ലോ. അമ്മേ
ഈ ബ്ലൂബെറി ഫ്രീസർ വെച്ചിരുന്നോളൂ. എത്ര മാസം വേണം. ഇതും കൊണ്ട് എന്നൊക്കെ ഉണ്ടാക്കാൻ പോകുന്ന പ്ലാൻ? ജാം ഉണ്ടാക്കാം, ഷേക്ക് ഉണ്ടാക്കാം, കേക്ക് ഉണ്ടാക്കാം. ഓക്കെ, ചുമ്മായും കഴിക്കാം. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം ഇച്ചിരി അധികം മേടിച്ചുകൊണ്ട് പോകാറുണ്ട്, എന്നിട്ട് ഫ്രീസറിൽ വെക്കും. അവിടെ ഇരുന്നോളും എന്നാണ് അമ്മ പറയുന്നത്. ആക്ച്വലി തിന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മാത്തപ്പോ ഒന്ന് മാത്തപ്പാ ഒന്ന് മസിൽ പിടിച്ച് കാണിച്ചേ. ഓ അതിനിടയ്ക്ക് മസിൽ പിടിച്ചേ, മസിൽ പിടിച്ച് കാണിക്കടാ, മസിൽ കാണിച്ചേ. ഓ മധുന മസിൽ. അങ്ങനെ ഇവിടുത്തെ ബ്ലൂബെറി ഫാമിൽ വന്നു. ബ്ലൂബെറി പറിച്ചു കഴിഞ്ഞു. അങ്ങനെ 6 പൗണ്ടിൻ്റെ 3 ബക്കറ്റും ഫുള്ളായി. ഓക്കെ, ഇനി കൊണ്ട് തൂക്കാം. 6 പൗണ്ട് എന്നാണ് പറഞ്ഞ ഒരു ബക്കറ്റ് തൂക്ക് നോക്കാം. ഇപ്പം ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ ഈ നാട്ടിലെ കൂട്ട് ഡ്രിപ്പ് ഇറിഗേഷനാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ടോ അടിയിൽ കൂടെ എല്ലാം പൈപ്പ് പോകുന്നുണ്ട്. ചെറുതായിട്ട് കാണത്തില്ല, ചിലതൊക്കെ മണ്ണിനടിയിലായിട്ട് കിടക്കും. അതുകൊണ്ട് കിടക്കുന്നുണ്ടോ പൈപ്പ്. ഇത് ബ്ലാക്ക്ബെറിയുടെ ചെടികളാണ്. പക്ഷേ ഇവത്തിലൊന്നും കായ്ച്ചിട്ടില്ല, അല്ലെങ്കിൽ കായ്ച്ചെല്ലാം പറിച്ചു പോയതാണ്. ഒരു സാമ്പിൾ പോലും കാണിക്കാനില്ല. നമ്മുടെ വെറൈസ് കൊണ്ട് വേ ചെയ്യുമോ നോക്കട്ടെ. ഓരോ പാക്കലിട്ട് വേ ചെയ്ത് പറയാം. ഇവിടെ പല സാധനങ്ങൾ ഇരിപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരെണ്ണം തൂക്കി 514 രണ്ടെണ്ണം തൂക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം തൂക്കി 514. അപ്പോൾ ഞങ്ങളുടെ ബ്ലൂബെറി പിക്കിങ് കഴിഞ്ഞു. ഞങ്ങളുടെ മൊത്തം ഏകദേശം ഒരു 17 പൗണ്ട്സ് അടുത്തായി. അപ്പം 17 പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു $33. അപ്പം ഇത് വെറുത്താണ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് പറിച്ചുകൊണ്ട് നേരെ കഴുകരുത്, ഫ്രീസറിൽ വെക്കുക. ഉപയോഗിക്കാൻ നേരത്തെ അടുത്ത് മാത്രം കഴുകുക. ഒരു 6 മാസം വരെ ഇരിക്കും. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.